Okay, so the next topic that we are going to see is operators in C. So എന്താണ് ഈ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ സിമ്പിൾ. ഓക്കെ, ഒരു സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ മാത്സിലായാലും ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ വി നോ പ്ലസ് മൈനസ് ഇൻറ്റു ഡിവൈഡഡ് ബൈ എല്ലാം നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ ഇൻ കേസ് ഓഫ് സി പ്രോഗ്രാം വി ഹാവ് ഓപ്പറേറ്റേഴ്സ്. Okay, so what this operator will do is that it will operate on certain values. കുറച്ച് വാല്യൂസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വാല്യൂസ് നമുക്ക് എന്ത് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർട്ടിക്കുലർ ഓപ്പറേഷൻ ആ വാല്യൂസിന്റെ മേലെ പെർഫോം ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ പ്ലസ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് അഡീഷൻ. ഓക്കെ, സോ there are so many types of operators. ഒരുപാട് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. സോ these are the different types of operators. I have listed so many. സോ ഇത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഓൾവേസ് ഇൻ ടേംസ് ഓഫ് തിയറിറ്റിക്കൽ കൺസെപ്റ്റ്സ് അത് ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ സം ഓപ്പറേറ്റേഴ്സ് ഇൻ സി എന്നില്ലെങ്കിൽ രണ്ട് ഓപ്പറേറ്റേഴ്സോ അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്ററോ അല്ലെങ്കിൽ വാട്ട് ഇസ് എൻ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ, വാട്ട് ഇസ് എ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ, ഓർ എക്സ്പ്ലെയിൻ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ഇങ്ങനെയായിരിക്കും ഫ്രീക്വന്റ്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കുക. So we'll see what are the different types of operators. Okay. So the first one is arithmetic operator. You are all familiar with the different arithmetic operators. ഏതൊക്കെയാണ് ഈ arithmetic operator? നമ്മൾ മാത്സിൽ കാണുന്ന അതേ ഓപ്പറേറ്റേഴ്സ് ആണ് arithmetic operators. അപ്പോ അതില് പ്ലസ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? അഡീഷൻ ആണ്. ഓക്കെ, മൈനസ് എന്ന് പറയുന്നത് എന്താണ്? സബ്ട്രാക്ഷൻ. ഇൻറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുക. ഇൻറ്റുവിന് പകരം നമ്മൾ എന്താ ചെയ്യുക? സ്റ്റാർ. ഇൻറ്റുവിന് സ്റ്റാർ ആണ് യൂസ് ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ. സ്ലാഷ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഡിവിഷൻ. ആൻഡ് വൺ മോർ ഇസ് ദ പെർസെൻറ്റേജ്. ഇവിടെ പെർസെൻറ്റേജ് സിമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് മോഡുലോ ഡിവിഷൻ. ഈ മോഡുലോ ഡിവിഷൻ is very important in case of C program because most of the programs that we will be writing, we are going to write so many programs, isn't it? അപ്പൊ നമ്മൾ ഇനി എഴുതാൻ പോകുന്ന പ്രോഗ്രാംസിൽ കുറെ കേസസിൽ നമുക്ക് റിമൈൻഡർ ആവശ്യമായി വരും. റിമൈൻഡർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറയാണ് ചെക്ക് വെദർ എ നമ്പർ ഇസ് ഓഡ് ഓർ ഈവൺ എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഐ എം ഗിവിംഗ് യു 4. ഒരു വാല്യൂ 4 എന്ന് പറഞ്ഞ ഒരു വാല്യൂ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൗ യു വിൽ ചെക്ക് വെദർ 4 ഇസ് ഓഡ് ഓർ ഈവൺ? വാട്ട് യു വിൽ ഡു? യു വിൽ ഡിവൈഡ് ദിസ് 4 by 2 അല്ലെ? നമ്മൾ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്താണ് നോക്കുന്നത്? റിമൈൻഡർ ആണ് നോക്കുന്നത്. ദ റിമൈൻഡർ ഇസ് 0, ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എൻ ഈവൻ നമ്പർ. ആൻഡ് ഇഫ് ദ റിമൈൻഡർ ഇസ് നോൺ സീറോ, ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ ഓഡ് നമ്പർ. സോ there we'll check only the remainder. We don't want the quotient. സോ നമ്മൾ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കോഷ്യന്റ് ആയിരിക്കും. നമുക്ക് വേണ്ടത് എന്താണ്? റിമൈൻഡർ ആണ്. സോ റിമൈൻഡർ കിട്ടണമെങ്കിൽ വി ഷുഡ് യൂസ് എ മോഡുലസ് ഓപ്പറേഷൻ, ദാറ്റ് ഈസ് എ പെർസെൻറ്റേജ് സിമ്പിൾ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? റിമൈൻഡർ കിട്ടുള്ളൂ. സോ ദീസ് ആർ ദ അരിഥമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ ഇസ് ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ യു ക്യാൻ സീ ദ ഡിഫറൻസ്. ഹിയർ ദിസ് ഇസ് നോ, ഒരു പ്ലസ് അല്ല ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ ഒരു മൈനസ് അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ രണ്ട് പ്ലസ് ആണ് ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് മൈനസ് എന്ന് പറയുമ്പോൾ ഡിക്രിമെന്റ് എന്നാണ് അർത്ഥം. എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്? ദിസ് ഇസ് യൂസ്ഡ് നോട്ട് ടു ചേഞ്ച് ദ വാല്യൂ ഓഫ് എൻ ഓപ്പറന്റ് ബൈ വൺ. ബൈ വൺ ആണ് ചേഞ്ച് ചെയ്യുള്ളൂ. ഇഫ് യു ആർ യൂസിങ് an increment operation, it will increment the value by 1. If we are using the decrement operator, it will decrement the value, that is decrease the value by 1. ഓക്കെ, സോ ഇവിടെ ബൈ 1 മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ? ഇൻക്രിമെന്റ് ചെയ്യുള്ളൂ, ഡിക്രിമെന്റ് ചെയ്യുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇഫ് ഹിയർ ഇസ് എക്സാമ്പിൾ ഇസ് ഗിവൺ, ലെറ്റ് ദ വാല്യൂ ഓഫ് എ ബി. ഇന്റ് എ എന്ന് പറയുമ്പോൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ദാറ്റ് മീൻസ് എ എന്ന് പറയുന്നത് ഒരു ഇന്റീജർ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് എന്ത് വാല്യൂ ആണ് എയിലേക്ക് കൊടുത്തിരിക്കുന്നത്? 10 എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. ബിയിലേക്ക് നമ്മൾ 100 എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ യു ഹാവ് ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, initially I have written plus a എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? ദിസ് ഇസ് എൻ ഇൻക്രിമെന്റ് ഓപ്പറേഷൻ. ഓക്കെ, ആദ്യം കാണുന്ന ഓപ്പറേഷൻ ആണ് ആദ്യം ചെയ്യുക. ആദ്യം കാണുന്നത് എന്താണ്? പ്ലസ് പ്ലസ് ആണ്. ഓക്കെ, സോ പ്ലസ് പ്ലസ് മീൻസ് വാട്ട് എവർ ബി ദ വാല്യൂ ഓഫ് എ, one will be added to that value. That is a is equal to a plus 1 എന്ന് ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അസൈൻ ചെയ്യുക. ഇവിടെ എന്റെ വാല്യൂ എന്താവും? പ്ലസ് 1 ചെയ്യുമ്പോൾ 11 ആയിരിക്കും. ഓക്കെ, ഇനി മൈനസ് മൈനസ് ബി എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്? ഫസ്റ്റ് വിൽ ഡിക്രിമെന്റ് ദ വാല്യൂ ഓഫ് ബി ആൻഡ് ദെൻ അസൈൻസ് ഇറ്റ് ടു ബി ഇറ്റ്സെൽഫ്. ബിയിലേക്ക് ബി മൈനസ് 1 ചെയ്യും നമ്മൾ. അപ്പൊ ബി മൈനസ് 1 എന്ന് പറയുമ്പോൾ ബിന്റെ വാല്യൂ 100 ആണ്. സോ ബി മൈനസ് 1 മീൻസ് 99. ഓക്കെ, നൗ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലസ് പ്ലസ് എ ആൻഡ് എ പ്ലസ് പ്ലസ്? പ്ലസ് പ്ലസ് എ ആൻഡ് എ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആദ്യം കാണുന്നത് എന്താണ്? എനെയാണ് ആദ്യം കാണുന്നത്. സോ ആദ്യം എ എന്ന് പറഞ്ഞ വാല്യൂവിനെ
അസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എനെ ഇൻക്രിമെന്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ഷോ യു വൺ എക്സാമ്പിൾ. ദാറ്റ് ഇസ് ഹിയർ എന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. The value of A is 10 and the value of B is equal to 100. Isn't it? So, what we are doing is that നമ്മൾ പറയുന്നത് B എന്ന വേരിയബിളിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്? A പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പൊ ബിയിലേക്ക് A പ്ലസ് പ്ലസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് വർക്കിംഗ്? നമ്മൾ വർക്കിംഗ് ആണ് ഇപ്പൊ പറയുന്നത്. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്? ഇത് വർക്ക് ചെയ്യുന്നത് ഇനീഷ്യലി ആദ്യം ചെയ്യുന്നത് ബിയിലേക്ക് എനെ അസൈൻ ചെയ്യും. ഓക്കെ, എന്താണോ ബിന്റെ വാല്യൂ, അപ്പൊ ബിയിലേക്ക് എന്താണോ എന്റെ വാല്യൂ, അതിന്റെ വാല്യൂ എവിടേക്ക് കൊടുക്കും? നമ്മൾ ബിയിലേക്ക് കൊടുക്കും. അപ്പൊ ബിയിൽ ഇപ്പൊ എന്ത് വാല്യൂ ആണ് വരിക? എന്റെ വാല്യൂ എന്തായിരുന്നു? 10 ആണ് വരിക. ഓക്കെ, ഇനി സെക്കൻഡ് വാട്ട് ഇറ്റ് വിൽ ഡു ഇസ് ദാറ്റ്, സെക്കൻഡ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സ്റ്റെപ്പാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ആദ്യം അസൈൻ ചെയ്യും ബിയിലേക്ക്. അടുത്തത് നമ്മൾ എന്ത് ചെയ്യും? അസൈൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനെ A പ്ലസ് 1 ചെയ്യും. ഓക്കെ, അസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈക്വൽ ടു A പ്ലസ് 1 ചെയ്യും. ദാറ്റ് ഇസ് എന്റെ വാല്യൂ അപ്പൊ എത്രയായിരിക്കും? 11 വരും. സോ ബിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10ഉം എന്റെ വാല്യൂ എന്ത് വരും? 11 വരും. സോ ഇവിടെ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ബിക്ക് പകരം യൂസ് സി. ഓക്കെ, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സി എന്ന് പറയുന്നത് യൂസ് ചെയ്തില്ലെങ്കിൽ ബി എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തതാണ്. സോറി, യൂസ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ സിയിലേക്ക് നമ്മൾ എ കൊടുത്തു. നമ്മൾ അത് കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് എന്ത് വന്നു? സിയിൽ ഇപ്പൊ എന്ത് വാല്യൂ വരും? സിയിൽ വാല്യൂ വരുന്നത്, സിന്റെ വാല്യൂ എന്ന് പറയുന്നത്, എന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 10 ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് A ഈക്വൽ ടു A പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്റെ വാല്യൂ എന്തായി? 11 ആണ്. ഇതാണ് ഡിഫറൻസ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾക്ക് ബി മൈനസ് മൈനസ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാ വർക്ക് ചെയ്യുക? നമ്മൾ കൊടുക്കുകയാണ് ഡി ഇസ് ഈക്വൽ ടു ബി മൈനസ് മൈനസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇനീഷ്യലി ആദ്യം എന്താണ് ചെയ്യുക? ഡിയിലേക്ക് ബി അസൈൻ ചെയ്യും. ദാറ്റ് മീൻസ് ഡിയിൽ എന്ത് വാല്യൂ വരും? ബിന്റെ വാല്യൂ. ബിന്റെ വാല്യൂ 100 എന്നല്ലേ നമ്മൾ ഇനീഷ്യലി കൊടുത്തിരിക്കുന്നത്, അത് വരും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ബിനെ മൈനസ് ചെയ്യും. ഈ അസൈൻമെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ബി ഇസ് ഈക്വൽ ടു ബി മൈനസ് 1. അപ്പൊ ബിന്റെ വാല്യൂ എന്തായിരിക്കും? ബിന്റെ വാല്യൂ വിൽ ബി 99. ഇതാണ് ഡിഫറൻസ്. ഓക്കെ, സോ പ്ലസ് പ്ലസ് എ എന്ന് പറയുമ്പോൾ സിംപ്ലി എന്റെ വാല്യൂ ഇൻക്രിമെന്റ് ആണ് ചെയ്യുന്നത്. മൈനസ് മൈനസ് ബി എന്ന് പറയുമ്പോൾ സിംപ്ലി ബിന്റെ വാല്യൂ ഡിക്രിമെന്റ് ആണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ രണ്ടും എന്താ വ്യത്യാസം? ആദ്യം ഇവരിവിടെ അസൈൻമെന്റ് നടക്കുക. എ എന്ന് പറയുന്നത് ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിട്ടാണ് എനെ ഇൻക്രിമെന്റ് ചെയ്യുക. ബി എന്ന് പറയുന്നത് ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിട്ടാണ് ബിനെ എന്ത് ചെയ്യുന്നത്? ഡിക്രിമെന്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. നൗ ദ നെക്സ്റ്റ് വൺ ഇസ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അസൈനിങ് എന്ന് പറയുമ്പോൾ ഈക്വൽ ടു എന്ന് പറയുന്നതിനെയാണ് നമ്മൾ അസൈൻമെന്റ് എന്ന് പറയാം. ഈക്വൽ ടു. ഓക്കെ, അസൈൻ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വാല്യൂ ഒരെണ്ണത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഇവിടെ ഒരു എക്സാമ്പിൾ നിങ്ങൾ കണ്ടു. എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് എന്താ? എയിലേക്ക് ബിന്റെ വാല്യൂ നമ്മൾ കൊടുക്കുകയാണ്. സോ ദിസ് ഇസ് അസൈൻമെന്റ്. ഓക്കെ, ഇനി ഈ ഈക്വൽ ടു പോലെ തന്നെ വേറെ കുറെ ഓപ്പറേറ്റേഴ്സ് നിങ്ങൾക്ക് കാണാം. പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, സ്റ്റാർ ഈക്വൽ ടു, ഡിവൈഡഡ് ബൈ ഈക്വൽ ടു, പെർസെന്റേജ് ഈക്വൽ ടു. ഇതെല്ലാം അർഥമെറ്റിക് ഓപ്പറേറ്റേഴ്സിന്റെ കൂടെ നമ്മൾ ഈക്വൽ ടു ഉപയോഗിച്ചു. അതിന്റെ മീനിങ് എന്താണ്? ഇപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ആണ് എ പ്ലസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എ ഈക്വൽ ടു എ പ്ലസ് ബി എന്നാണ്. ദാറ്റ് ഇസ് നമ്മൾ റിപ്പീറ്റേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ എ എന്ന് പറയുന്നത് നമ്മൾ അവിടെ അവോയ്ഡ് ചെയ്യും. ദാറ്റ് ഇസ് RHS നമ്മൾ എ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ പറയും എ പ്ലസ് ഇസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എ ഈക്വൽ ടു എ പ്ലസ് ബി. അതുപോലെ എ മൈനസ് ഇസ് ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ എ ഇസ് ഈക്വൽ ടു എ മൈനസ് ബി. എ സ്റ്റാർ ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ എ ഈക്വൽ ടു എ സ്റ്റാർ ബി. സിമിലർലി അതേഴ്സ്. ഇതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇലാബറേറ്റ് ചെയ്യണ്ടേ, ഷോർട്ടായിട്ട് ഇങ്ങനെ യൂസ് ചെയ്താലും അത് പ്രോഗ്രാമിൽ വർക്ക് ചെയ്യും. നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ ഇസ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുക. ട്രൂ ഓർ ഫോൾസ്. ഇപ്പൊ റിലേഷൻ ട്രൂ ആണെങ്കിൽ അത് 1 എന്നാണ് റിട്ടേൺ ചെയ്യുക. ഇപ്പൊ അത് ഫോൾസ് ആണെങ്കിൽ അത് നമുക്ക് തരുന്ന വാല്യൂ 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ നോക്കുക ഇതെല്ലാം. ഇവിടെ നിങ്ങൾ ഫസ്റ്റത്തെ വണ്ണ് നോക്കി കഴിഞ്ഞാൽ 2 ഈക്വൽ ടു ആണ്.
സോ അപ്പൊ നമ്മൾ മുന്നത്തെ കേസിൽ നമ്മൾ ഒരു ഈക്വൽ ടു കണ്ടു. ഒരു ഈക്വൽ ടു കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് ഓപ്പറേറ്റർ ആണ്? അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. രണ്ട് ഈക്വൽ ടു കാണുമ്പോൾ അത് എന്ത് ഓപ്പറേറ്റർ ആണ്? ദാറ്റ് ഇസ് റിലേഷണൽ ഓപ്പറേറ്റർ. ഇസ് ചെക്കിംഗ് വെദർ ദിസ് LHS ആൻഡ് RHS ആർ ദ സെയിം. രണ്ടും സെയിം ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ദാറ്റ് ഇസ് 5 ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ അത് ട്രൂ ആണോ ഫോൾസ് ആണോ? ഇറ്റ് ഇസ് ഫോൾസ്. സോ അതിന്റെ വാല്യൂ നമുക്ക് എന്തായിരിക്കും തരുന്നത്? 0 എന്നായിരിക്കും തരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, നോട്ട് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ നോർമലി. യു വിൽ ബി ഫെമിലിയർ വിത്ത് ഓൾ ദീസ്. നൗ ദ നെക്സ്റ്റ് വൺ ഇസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. സോ ഈ ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക. ഫസ്റ്റ് വൺ ഇസ് ആൻഡ് ആണ് ലോജിക്കൽ ഓപ്പറേറ്റർ. അപ്പൊ നമുക്ക് ഒരു കണ്ടീഷൻ നോക്കാം. എയും ബിയും നമ്മുടെ കയ്യിലുണ്ട്. രണ്ട് വേരിയബിൾസ് ഉണ്ട്, സേ എ ആൻഡ് ബി. അപ്പൊ ഞാൻ പറയാണ് ഒരു കണ്ടീഷൻ, എന്റെ വാല്യൂ 5നേക്കാളും കൂടുതലായിരിക്കണം, 10നേക്കാളും കുറവായിരിക്കണം. അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു വേരിയബിൾ ഉപയോഗിച്ചിട്ട് അത് എഴുതാൻ പറ്റില്ല, അല്ലേ? അപ്പൊ ഒരു വേരിയബിൾ ഉപയോഗിച്ച് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് പറയും? എന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 5 ആയിരിക്കണം ആൻഡ് ബിന്റെ വാല്യൂ ലെസ് ദാൻ 10. ദിസ് ബോത്ത് കണ്ടീഷൻസ് ഷുഡ് ബി ട്രൂ. ഓൺലി ദെൻ അത് ഉള്ളിലേക്ക് കയറുക. ഓക്കെ, രണ്ട് കണ്ടീഷൻസും ട്രൂ ആവണം, നിർബന്ധമാണ്. എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, പക്ഷെ നേരെ മറിച്ച് അടുത്തത് ദാറ്റ് ഇസ് ലോജിക്കൽ ഓർ എന്ന് പറഞ്ഞതുണ്ട്. ഇതിപ്പോ ആൻഡ് ആണ്, അതിന് പകരം നമ്മളിവിടെ ഓർ യൂസ് ചെയ്യും. ഓർ എന്ന് പറയുമ്പോൾ ഇവിടെ നടുക്ക് നമുക്ക് രണ്ട് സ്ലാഷ് ആണ് വരിക. ഓക്കെ, ഇപ്പൊ ഇവിടെ ഈ കണ്ടീഷൻ നോക്കുക. കണ്ടീഷൻ 1 ഓർ കണ്ടീഷൻ 2. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു ആൻഡിന് പകരം ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? രണ്ട് സ്ലാഷ് അല്ല, നമുക്കിപ്പോ ഒരു എന്ററിന്റെ മുകളിൽ ഒരു സിമ്പിൾ ഉണ്ട്, അതാണ് യൂസ് ചെയ്യേണ്ടത്. സോ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ എന്ത് ചെയ്താൽ മതി? ട്രൂ ആയാൽ മതി. അപ്പൊ നമുക്ക് എന്താവും? കണ്ടീഷൻ ട്രൂ ആവും. ഇതിൽ ഒരെണ്ണെങ്കിലും നമുക്ക് ട്രൂ ആയാൽ എന്തായാൽ മതി? കണ്ടീഷൻ മൊത്തം ട്രൂ ആവും. ഓക്കെ, ലാസ്റ്റ് വൺ ഇസ് ലോജിക്കൽ നോട്ട്. ലോജിക്കൽ നോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ യെസ് എന്ന് പറയുമ്പോൾ അവര് നോ എന്ന് പറയും. നമ്മൾ നോ എന്ന് പറയുമ്പോൾ അവര് യെസ് എന്ന് പറയും. നേരെ റിവേഴ്സ് ചെയ്യുക നമ്മുടെ കണ്ടീഷൻ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോട്ട് യൂസ് ചെയ്യുക. ദാറ്റ് ഇസ് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എ എന്ന് പറയുന്നത് 0 ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ നോട്ട് എ എന്ന് പറയുമ്പോൾ എന്റെ വാല്യൂ എന്താവും? 1 ആവും. ഓക്കെ, ദാറ്റ് ഇസ് ഓപ്പോസിറ്റ് ആക്കുക എനെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? Logical operators. So these are all the operators you have seen: arithmetic operators, logical operators, increment and decrement operators, relational operators, assignment operators, etc. Now you have a conditional operator and bitwise operator more, which will be seen in the next class. Okay, thank you.